ഞാൻ വളർന്നത് ഒരു ശാന്തമായ നാട്ടുവഴിയിലാണ്. അവിടെ വൈകുന്നേരങ്ങളിൽ പോലും കാറ്റിന്റെ ശബ്ദം വരെ എണ്ണാവുന്ന വിധം നിശബ്ദത ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ വീടിന് എതിർവശത്തുള്ള ആ പഴയ വീടിനെക്കുറിച്ച് ഞാൻ കുട്ടിക്കാലം മുതൽ കേട്ട കഥകൾ എന്റെ ഉറക്കത്തിൽ പോലും കയറിവരുന്ന ഭീതിയായി മാറിയിരുന്നു. ആ വീട് പുറത്തു നിന്ന് നോക്കുമ്പോൾ സാധാരണ തന്നെയായിരുന്നു. ചുവരുകളിൽ പാളിയ പെയിന്റും പകുതി അടഞ്ഞ ജനലുകളും. എന്നാൽ രാത്രി ആയാൽ അവിടെ നിന്ന് ഉയരുന്ന ശബ്ദങ്ങൾ ഈ വഴിയിലൂടെ നടന്നു പോകുന്നവരുടെ കാലടി തന്നെ നിർത്തുന്ന തരത്തിലുള്ളതായിരുന്നു. ആ വീട്ടിൽ ഒരു വൃദ്ധയായ അമ്മമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു. അവളുടെ മുഖം ആരും വ്യക്തമായി കണ്ടിട്ടില്ല, പക്ഷേ അവളുടെ കണ്ണുകൾ ജനലിനുള്ളിൽ നിന്ന് വഴിയിലേക്ക് പതുങ്ങി നോക്കുന്നു എന്നൊരു അനുഭവം എനിക്ക് പലതവണ ഉണ്ടായിട്ടുണ്ട്. രാത്രി 10 കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് വരുന്ന മൃദുവായ വിളികൾ ആദ്യം കാറ്റിന്റെ കളിയെന്ന് തോന്നും. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞാൽ ആ ശബ്ദം എന്റെ പേരെ തന്നെ വിളിക്കുന്നതുപോലെ വ്യക്തമായിത്തീരും. ഞാൻ ജനലിനരികിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ റോഡിലൂടെ നടക്കുന്നവർ ആ വീട്ടിന്റെ മുന്നിൽ എത്തിയാൽ ഒരു നിമിഷം നിൽക്കും. അവരുടെ മുഖം ശൂന്യമായി മാറും. പിന്നെ അവർ അറിയാതെ തന്നെ ആ വീടിന്റെ വാതിലിനരികിലേക്ക് തിരിയുന്നതായി ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ ആരും പിടിച്ചു നിർത്തുന്നില്ല, പക്ഷേ എന്തോ അദൃശ്യമായ ശക്തി അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നതുപോലെ തോന്നും. പിന്നെ വാതിൽ അടയുന്ന ശബ്ദം മാത്രം ബാക്കി. അടുത്ത ദിവസം ആ ആളുകളെക്കുറിച്ച് ചോദിച്ചാൽ നാട്ടുകാർ കണ്ണ് താഴ്ത്തി മിണ്ടാതിരിക്കും, അല്ലെങ്കിൽ അവർ പറഞ്ഞു പോകും ആ വഴി ഇനി ആരും കണ്ടിട്ടില്ലെന്ന്. ഒരു രാത്രി ധൈര്യം കൂട്ടി ഞാൻ എന്റെ മുറിയിലെ വിളക്ക് അണച്ച് ശബ്ദം കേൾക്കാൻ ശ്രമിച്ചു. അപ്പോൾ ആ അമ്മമ്മയുടെ ചിരി പോലെ ഒരു ശബ്ദം എന്റെ ചെവിയിൽ നേരിട്ട് ശ്വസിക്കുന്നതുപോലെ തോന്നി. എന്റെ ശരീരം മുഴുവൻ തണുത്തുപോയി. കാലുകൾ അനങ്ങാതെ നിന്നപ്പോൾ എന്റെ മനസ്സിൽ ഒരേയൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ആ വീട് എന്നെ തന്നെ വിളിക്കുകയാണോ എന്ന്. ആ രാത്രിക്ക് ശേഷം ആ വീടിന്റെ ജനലുകളിൽ വെളിച്ചം തെളിയുമ്പോൾ എന്റെ ഹൃദയം നിയന്ത്രണം വിട്ട് ഇടിക്കും. കാരണം അവിടെ എന്താണ് നടക്കുന്നത് എന്ന് അറിയാൻ ഞാൻ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ഈ കഥയുടെ തുടക്കം ഇതാണ്. കാരണം ഞാൻ കണ്ടതും കേട്ടതും എല്ലാം ചേർന്നപ്പോൾ എന്റെ ജീവിതം തന്നെ ആ വീട്ടിന്റെ നിഴലിൽ അകപ്പെട്ടുപോയി. ഇനി ഞാൻ പറയാനുള്ളത് തുടങ്ങുമ്പോഴാണ് യഥാർത്ഥ ഭയം ശ്വാസം എടുക്കാൻ തുടങ്ങുന്നത്. ആ രാത്രിക്ക് ശേഷം എന്റെ ജീവിതം മുഴുവൻ ആ വീടിന്റെ സാന്നിധ്യം ചുറ്റിപ്പറ്റിയ ഒരു ഭ്രമം പോലെ മാറി. കാരണം പകലിലും ഞാൻ റോഡിലൂടെ നടക്കുമ്പോൾ ആ വാതിലിന്റെ നിഴൽ എന്റെ കാൽവഴിയിൽ വീണിരിക്കുന്നതുപോലെ എനിക്ക് തോന്നുമായിരുന്നു. അമ്മ പോലും എന്നോട് പറഞ്ഞു ആ വീട് ഒഴിവാക്കാൻ ശ്രമിക്കണം എന്ന്. പക്ഷേ എന്റെ കണ്ണുകൾ അറിയാതെ തന്നെ അവിടേക്ക് വലിക്കപ്പെടും. പലപ്പോഴും ജനലിനുള്ളിൽ ഒരു നിഴൽ നീങ്ങുന്നതായി ഞാൻ കാണും. അത് അമ്മമ്മയുടെ തലമുടിയാണോ അല്ലെങ്കിൽ അവളുടെ ശ്വാസമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. രാത്രി ആകുമ്പോൾ വീട്ടിൻ മുന്നിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾ പെട്ടെന്ന് നിൽക്കുകയും ലൈറ്റ് ഓഫ് ചെയ്ത് നിശബ്ദമായി കിടക്കുകയും ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ റോഡിന്റെ മധ്യത്തിൽ നിന്ന് ആരോ വിളിക്കുന്ന ശബ്ദം എന്നെ ഉള്ളിലേക്ക് വലിച്ചിഴക്കും എന്ന ഭയം എന്റെ നെഞ്ചിൽ കൂടിക്കൂടി വന്നു. ഉറങ്ങാതിരുന്ന എന്റെ രാത്രികൾ എണ്ണമറ്റ സ്വപ്നങ്ങളായി മാറി. അവയെല്ലാം അവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് ഇപ്പോൾ എനിക്ക് ഉറപ്പുണ്ട്. പൂർണ്ണമായും അവിടെ നിന്ന് മാത്രം വന്ന ഭയം. ഒരു ദിവസം വൈകുന്നേരം മഴ പെയ്യുമ്പോൾ ആ വീടിന്റെ മുന്നിൽ ഒരു കൂട്ടം ആളുകൾ നിന്നിരുന്നതായി ഞാൻ കണ്ടു. അവരുടെ മുഖങ്ങളിൽ അസാധാരണമായ ആകർഷണം ഉണ്ടായിരുന്നു. അവർ ചിരിച്ചില്ല, സംസാരിച്ചില്ല, പക്ഷേ എല്ലാവരും ഒരേ ദിശയിലേക്ക് നോക്കി നിന്നു. വാതിൽ സ്വയം തുറക്കപ്പെട്ടപ്പോൾ അകത്തുനിന്ന് വിളിച്ച ശബ്ദം ഒരു മധുരമായ താലോലിപ്പിക്കൽ പോലെ ആയിരുന്നു. എന്നാൽ അതിൽ ഒളിഞ്ഞിരുന്ന ദുർഗന്ധം എന്റെ ശ്വാസം മുട്ടിച്ചു. അമ്മമ്മ അവിടെ നിന്നു പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകൾ പൂർണ്ണമായും കറുത്തിരുന്നു. മുഖം വളരെ ശാന്തമായിരുന്നു, പക്ഷേ തത എന്റെ ഹൃദയം തകർത്തു. ഒരാൾ ആ വീട്ടിനുള്ളിലേക്ക് കയറുന്നത് ഞാൻ കണ്ടു. പിന്നെ വാതിൽ അടഞ്ഞു. അവരുടെ കാലടി ശബ്ദം ഒറ്റ നിമിഷം പോലും കേട്ടില്ല. അപ്പോൾ ആ അമ്മമ്മ നേരെ എന്നെ നോക്കി ചിരിച്ചു. എന്റെ പേര് വിളിച്ചു. ആ ശബ്ദം എന്റെ തലച്ചോറിൽ കുത്തിനിന്നു. ഓടാൻ ശ്രമിച്ച എന്റെ കാൽ നീങ്ങാതെ നിന്നപ്പോൾ ഈ നാട് തന്നെ ഒരു കുഴിയാകുന്നുവെന്ന് എനിക്ക് തോന്നി. ആ നിമിഷം മുതൽ ആ സംഭവത്തിന് ശേഷം ആരും ആ വഴി ഉപയോഗിക്കാതെയായി. സ്കൂളിലേക്കുള്ള എന്റെ വഴി മാറി. വൈകുന്നേരങ്ങളിൽ വാതിലുകൾ വേഗം അടയ്ക്കപ്പെട്ടു. നാട്ടിൽ ഒരു അദൃശ്യ ഭീതിയുണ്ടായി. പോലീസ് വന്നെങ്കിലും അവർ ആ വീട്ടിനകത്ത് ഒന്നും കണ്ടില്ല. പക്ഷേ അവരുടെ മുഖം പുറത്തിറങ്ങിയപ്പോൾ മാറിയിരുന്നു. അവരും മിണ്ടാതെ പോയി. രാത്രികളിൽ ഇപ്പോൾ വിളി എനിക്ക് മാത്രമല്ല, എന്റെ വീട്ടിലെ എല്ലാവർക്കും കേൾക്കാൻ തുടങ്ങി. അമ്മ ഉറങ്ങിക്കൊണ്ടിരിക്കെ എഴുന്നേറ്റ് വാതിലിലേക്ക് നടക്കുന്നതായി ഞാൻ കണ്ടു. അവളുടെ കണ്ണുകൾ അടഞ്ഞിരുന്നുവെങ്കിലും മുഖം ആ വീട്ടിലേക്ക് തിരിഞ്ഞിരുന്നു. ഞാൻ അവളെ പിടിച്ച് നിർബന്ധിച്ച് തിരിച്ചുകൊണ്ടുവന്നു. അപ്പോൾ അകത്തുനിന്ന് കോപമുള്ള ഒരു ശബ്ദം എന്റെ ചെവിയിൽ പറഞ്ഞു, നീ ഇതിൽ ഇടപെടരുത് എന്ന്. അത് മനുഷ്യ ശബ്ദമല്ല എന്ന് എനിക്ക് മനസ്സിലായി. ആ വീട്ടിൽ ഒറ്റ അമ്മമ്മ മാത്രമല്ല താമസിക്കുന്നത് എന്ന്. സത്യം എന്റെ നട്ടെല്ല് കുളിർപ്പിച്ചു. അവിടെ കൂടിയ എന്തോ പഴയ ദോഷം ഇന്നും ജീവിച്ചിരിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായി. ഈ നിശബ്ദത ഒന്നും അവസാനമല്ല എന്ന സൂചന പോലെയായിരുന്നു. എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത രാത്രികളിൽ ഞാൻ ഡയറിയിൽ എല്ലാം എഴുതി വെക്കാൻ തുടങ്ങി. കാരണം എന്റെ ഓർമ്മകൾ പോലും അവിടെ നിന്ന് മാറ്റപ്പെടുന്നതായി തോന്നി. ചില ദിവസങ്ങൾ ഞാൻ അമ്മമ്മയെ കണ്ടതായി ഓർക്കും. ചില ദിവസങ്ങൾ അവൾ ഇവിടെ ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നും. റോഡിലൂടെ വന്ന പുതിയ ആളുകൾ അവളുടെ കുറിച്ച് അറിയാതെ നേരെ അവിടെ നിൽക്കും. അപ്പോൾ വായുവിൽ ഒരു തണുപ്പ് പടരും. ഞാൻ വിളിച്ച് അവരെ തിരിച്ചു വിളിക്കാൻ ശ്രമിച്ചാൽ എന്റെ ശബ്ദം വായിൽ നിന്ന്
പുറത്തുവരില്ല. ആ വീടിന്റെ മുകളിൽ കാക്കകൾ വട്ടം കറങ്ങും. അവയുടെ കൂവൽ ഒരു എണ്ണൽ പോലെ ആവർത്തിക്കും. അത് എന്റെ ഹൃദയമിടിപ്പ് ഒത്തുചേരും. ഞാൻ പോലും ആ വീട്ടിലേക്ക് ആകർഷിക്കപ്പെടുന്നുവെന്ന് ബോധ്യപ്പെട്ടു. ഓടിപ്പോകാൻ വഴിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഭയം മാറി ഒരു വലിയ അനിവാര്യതയായി മാറി. ഈ കഥ എന്റെ തന്നെ അവസാനം എഴുതുകയാണോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ ആ വീട് എന്നെ കാത്തിരിക്കുന്നു എന്ന് എന്റെ രക്തം എപ്പോഴും പറയും പോലെ തോന്നുന്നു ഇപ്പോൾ. ഒരു അർദ്ധരാത്രിയിൽ വൈദ്യുതി പോയപ്പോൾ എല്ലാം കറുപ്പായി മാറി. അപ്പോൾ ആ വീടിന്റെ ജനലിൽ മാത്രം ഒരു വെളിച്ചം തെളിഞ്ഞു. അത് മെഴുകുതിരിയുടെ അല്ല, എണ്ണവിളക്കിന്റെ അല്ല, പക്ഷേ ജീവിച്ചിരിക്കുന്ന ഒരുതരം വെളിച്ചം പോലെ ആയിരുന്നു. അത് നീങ്ങുകയും ശ്വാസം എടുക്കുകയും ചെയ്യുന്നതായി എനിക്ക് തോന്നി. ജനൽ തുറന്നു. അമ്മമ്മ പുറത്തേക്ക് വന്നു. അവളുടെ ശരീരം മുഴുവൻ നിഴലുകളിൽ നിന്ന് ഉണ്ടാക്കിയതുപോലെ കാണപ്പെട്ടു. അവൾ കൈ നീട്ടി എന്നെ വിളിച്ചു. ഇനി ഒളിച്ചോടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ എന്റെ തല പൊട്ടുന്ന വേദന ഉണ്ടായി. ഞാൻ കരഞ്ഞു വിളിച്ചു. പക്ഷേ ആ ശബ്ദം വീടിനുള്ളിലേക്ക് വലിച്ചെടുത്തു. എന്റെ വീട്ടിലെ ഭിത്തികൾ ഇളകുന്നതായി തോന്നി. റോഡ് നീണ്ടു അവിടെ വരെ വളഞ്ഞു. എന്നെ നേരെ നയിച്ചു. ആ നിമിഷം എനിക്ക് ബോധ്യമായി, ഈ നാട് ഒരു കുരുക്കാണ് എന്ന്. അതിൽ നിന്ന് പുറത്തുകടക്കാൻ ആർക്കും പറ്റില്ല. അവൾ ഒറ്റയ്ക്കല്ല എന്ന് എന്റെ ചുറ്റുമുള്ള നിഴലുകൾ എന്നോട് പറഞ്ഞു. ഇത് തുടക്കം മാത്രമാണ് എന്ന് അവ ചിരിച്ചു നിന്നുപോലെ. ഇപ്പോൾ ഞാൻ ഇത് എഴുതുമ്പോൾ ആ വീടിന്റെ വാതിൽ തുറന്നിരിക്കുന്നു എന്ന് എനിക്ക് അറിയാം. അകത്തുനിന്ന് എന്റെ ശ്വാസം എണ്ണുന്ന ശബ്ദം വരുന്നു. അമ്മമ്മ ഇനി വിളിക്കില്ല, അവൾ കാത്തിരിക്കും. അതാണ് അവളുടെ രീതി. ഈ വഴി വായിക്കുന്ന നിനക്കും ഇപ്പോൾ ഒരു നിമിഷം പിന്നിൽ നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് ആ വീടിന്റെ പ്രഭാവമാണ് എന്ന് മനസ്സിലാക്കണം. എന്റെ കഥ ഇവിടെ നിർത്തുന്നില്ല, പക്ഷേ എന്റെ ശബ്ദം ഇനി അവിടെ നിന്ന് മാത്രമേ വരൂ. ഞാൻ തിരിഞ്ഞു നോക്കില്ല എന്ന തീരുമാനം ഇപ്പോൾ തകരുന്നു. കാലടി ശബ്ദം എന്റെ പിന്നിൽ ഉണ്ട്. വാതിൽ എന്റെ പേരോടെ വിളിക്കുന്നു. ഈ രാത്രി ആരുടെയും അവസാനമാകാം, പക്ഷേ എന്റെ ജീവിതം ഇവിടെയാണ് തുടങ്ങുന്നത് എന്ന് ആ വീട് എന്നോട് പറയുന്നു. ഞാൻ എഴുന്നേറ്റ് നടക്കുന്നു. റോഡിൽ ആരും ഇല്ല. നിശബ്ദത മാത്രം എന്നെ ചുറ്റിക്കൂടുന്നു. ഇനി നിനക്ക് കേൾക്കുന്നത് എന്റെ ശ്വാസമാകാം, അല്ലെങ്കിൽ അവളുടെ ചിരിയാകാം. ഇത് വായിക്കുമ്പോൾ വാതിൽ അടഞ്ഞാൽ അറിയുക ഞാൻ അവിടെ എത്തി എന്നത്. ഞാൻ ആ വീടിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ സമയം നിൽക്കുന്നുവെന്ന് തോന്നി. കാരണം ചുറ്റുമുള്ള എല്ലാം അനങ്ങാതെ കിടന്നിരുന്നു. കാറ്റില്ല, ശബ്ദമില്ല, എന്റെ ശ്വാസം മാത്രം കേൾക്കുന്നു. വാതിൽ തുറന്ന നിലയിൽ തന്നെയായിരുന്നു. അകത്തുനിന്നൊരു ചൂട് എന്റെ മുഖത്ത് അടിച്ചു. അതൊരു അടുപ്പിന്റെ ചൂടല്ല, മറിച്ച് ജീവനുള്ള എന്തോ ഒന്നിന്റെ ശ്വാസം പോലെ ആയിരുന്നു. ഞാൻ കാൽ വയ്ക്കുമ്പോൾ വീട് അകത്തുനിന്ന് എന്നെ തിരിച്ചറിയുന്നതായി എനിക്ക് തോന്നി. നിലം അല്പം താഴ്ന്നു. എന്റെ പേരുപോലെ ശബ്ദം ഉണ്ടാക്കി. അകത്തു കയറിയപ്പോൾ വാതിൽ സ്വയം അടഞ്ഞു. പുറം ലോകം അവിടെ അവസാനിച്ചു. അകത്തെ ഇരുട്ട് സാധാരണ ഇരുട്ടല്ല. അത് കണ്ണിൽ മാത്രമല്ല, മനസ്സിലും കയറുന്ന ഒരു കറുപ്പ് ആയിരുന്നു. ചുവരുകളിൽ പഴയ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ ഉള്ളവരുടെ മുഖം മായ്ച്ചതുപോലെ തോന്നി. പക്ഷേ കണ്ണുകൾ മാത്രം എന്നെ നോക്കി നിന്നു. ഓരോ കണ്ണിലും ഞാൻ കാണാത്ത ഭയങ്ങൾ ചലിച്ചു. മുറിയുടെ നടുവിൽ ആ അമ്മമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. അവൾ ചെറുതായി അല്ല, വളരെ വലുതായി തോന്നി. അവളുടെ നിഴൽ ചുവരുകൾ കവിഞ്ഞു പടർന്നു. അവൾ ചിരിച്ചില്ല, കരഞ്ഞില്ല. അവൾ കാത്തിരുന്നതുപോലെ മാത്രം നോക്കി. നീ വൈകി എന്നു അവൾ പറഞ്ഞു. ആ ശബ്ദം എന്റെ ചെവിയിൽ നിന്നല്ല, നെഞ്ചിനുള്ളിൽ നിന്നാണ് ഉയർന്നത്. ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ നാവ് എന്റെ സ്വന്തം അല്ലെന്ന് തോന്നി. അവൾ എഴുന്നേറ്റപ്പോൾ നിലം പിളർന്ന ശബ്ദം ഉണ്ടായി. അവളുടെ കാലുകൾ നിലം തൊടാതെ നീങ്ങുകയായിരുന്നു. അവളുടെ പിന്നിൽ ഞാൻ മുമ്പ് കാണാതിരുന്ന അനേകം നിഴലുകൾ എഴുന്നേറ്റു. അവയിൽ ചിലത് മനുഷ്യരൂപം ഉണ്ടായിരുന്നു, ചിലത് അതിലും പഴയ രൂപം ആയിരുന്നു. ഞാൻ തിരിച്ചറിഞ്ഞു, അവൾ ഈ വീടല്ല, അവൾ ഈ വഴിയല്ല, അവൾ ഈ നാടിന്റെ ഓർമ്മയാണ്. അവൾ പറഞ്ഞു, ഈ റോഡിലൂടെ നടന്ന എല്ലാവരും ഒരിക്കൽ അവളുടെ വിളി കേട്ടിട്ടുണ്ട്. ചിലർ നിന്നു, ചിലർ നടന്നുപോയി, പക്ഷേ കേട്ടവരൊക്കെ ഇവിടെ എത്തണം, അത് ഒഴിവാക്കാൻ കഴിയില്ല എന്ന് അവൾ പറഞ്ഞു. കാരണം ഈ സ്ഥലം ഒരു വാതിലാണ്, അതിലൂടെ ഭയം കടന്നുവരുന്നു. ഞാൻ ചോദിച്ചു, എന്തിനാണ് ആളുകളെ വിളിക്കുന്നത്? അവൾ പറഞ്ഞു, ഞാൻ വിളിക്കുന്നില്ല, അവർ തന്നെ വരുന്നു. കാരണം മനുഷ്യർക്ക് നിശബ്ദത സഹിക്കാനാവില്ല, അവർക്ക് എന്തെങ്കിലും വിളിക്കണം. അപ്പോൾ ചുവരുകൾ തുറന്നു. ഞാൻ കാണാതായവരെ കണ്ടു. അവർ നടക്കുകയായിരുന്നു, ഒരേ ദിശയിൽ, കണ്ണില്ലാതെ, ശബ്ദമില്ലാതെ. അവരിൽ എന്റെ അമ്മ ഉണ്ടായിരുന്നു, എന്റെ അയൽവാസികൾ ഉണ്ടായിരുന്നു, എന്റെ തന്നെ മുഖം പോലും ഒരു നിഴലായി അവിടെ നീങ്ങുന്നത് ഞാൻ കണ്ടു. എന്റെ ശരീരം വിറച്ചു. ഞാൻ നിലത്തു വീണു. അപ്പോൾ അമ്മമ്മ എന്റെ അടുത്തേക്ക് വന്നു. അവളുടെ കൈ എന്റെ തലയിൽ തൊട്ടപ്പോൾ എന്റെ ഓർമ്മകൾ ഒഴുകിപ്പോയി. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഇവിടെ വരെ നടന്ന ഓരോ നിമിഷവും അവൾ എടുത്തു. അവൾ പറഞ്ഞു, ഇനി നീ കഥ പറയുന്നവൻ ആകും, ഞാൻ കഥയായിരിക്കും എന്ന്. അവളുടെ ശരീരം പുകയായി മാറി. അത് എന്റെ ശരീരത്തിലേക്ക് കയറി. എന്റെ ശ്വാസം മാറി. എന്റെ കണ്ണുകൾ ഇരുട്ടിൽ പൊരുത്തപ്പെട്ടു. ഞാൻ എഴുന്നേറ്റപ്പോൾ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, പക്ഷേ ഒറ്റയല്ലായിരുന്നു. വാതിൽ വീണ്ടും തുറന്നു. പുറത്തെ റോഡ് പഴയതുപോലെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ജനലിനുള്ളിൽ നിന്നു നോക്കി. റോഡിലൂടെ നടക്കുന്നവരെ അവർ നിൽക്കുന്നത് ഞാൻ കണ്ടു. എന്റെ ഉള്ളിൽ നിന്നൊരു വിളി പുറത്തു വന്നു. അത് എന്റെ ശബ്ദമല്ലെങ്കിലും എന്റെ ശ്വാസമായിരുന്നു. ഞാൻ ചിരിച്ചില്ല, ഞാൻ കരഞ്ഞില്ല, ഞാൻ കാത്തിരുന്നു. കാരണം ഇനി ഈ വീട്ടിൽ താമസിക്കുന്നത് ഞാൻ തന്നെയാണ്. ഈ കഥ വായിക്കുന്ന നിനക്ക് ഇപ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ അത് കാറ്റല്ല, അത് ഞാൻ തന്നെയാണ്. നീ റോഡിൽ നിൽക്കുകയാണെങ്കിൽ തിരിഞ്ഞു നോക്കരുത്, കാരണം ജനലിൽ നിന്ന് നോക്കുന്നത് ഇനി ഞാനാണ്.